രാജ്യത്ത് നടുക്കിയ പുനെയിലെ ആ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. പ്രതിശ്രുത വരനെ യുവതിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊലയ്ക്കായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് പ്രതികൾ നടത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. ഓൺലൈനായി കൊലപാതക രീതികൾ പഠിച്ചു. പദ്ധതി പാളിയാൽ അടുത്ത ശ്രമത്തിനുള്ള തയ്യാറെടുപ്പുകൾ പ്രതികൾ നേരത്തെ നടത്തിയിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറാമായിരുന്നില്ലേ? കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദമായിരുന്നുവെങ്കിൽ കാമുകനൊപ്പം ഒളിച്ചോടാനും ആവുമായിരുന്നു. എന്നിട്ടും എന്തിന് പ്രതിശ്രുത വരൻ കേതൻ അഗർവാളിനെ കൊന്നു എന്ന ചോദ്യം കസ്റ്റഡിയിലുള്ള പ്രതികളോട് പോലീസ് ആവർത്തിച്ച് ചോദിച്ചു. സമൂഹത്തിന് മുന്നിൽ കുടുംബത്തിന് ഉണ്ടാവുന്ന നാണക്കേട് ഭയന്നാണ് മറ്റു വഴികൾക്ക് പകരം കൊലപാതകം തെരഞ്ഞെടുത്തതെന്ന് ആവർത്തിക്കുകയാണ് പ്രതി സിയ ഗോയൽ. കൊലപാതകത്തിന് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് നടത്തിയത്. 5 മാസത്തിനിടെ 2000-ലേറെ തവണ കാമുകൻ ചേതൻ ചൗധരിയുമായി സിയ ഫോണിൽ സംസാരിച്ചു. വാട്സപ്പ് കോളിന് പുറമെയാണിത്. പലപ്പോഴും 2-3 മണിക്കൂർ നീണ്ട സംസാരം. ഇന്റർനെറ്റിൽ പലതരം കൊലപാതക രീതികളെക്കുറിച്ച് പ്രതികൾ തെരഞ്ഞു. 2 തവണ ശ്രമം നടത്തി. 3-ാം തവണയാണ് വിജയിച്ചത്. അതുവരെ യാതൊരു സംശയവും തോന്നിക്കാതെ കേതനെ അത്രമേൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയായി സിയ അഭിനയിച്ചു. 3-ാം ശ്രമം പരാജയപ്പെട്ടാൽ മഹാബലേശ്വറിൽ എത്തിച്ച് അടുത്ത ശ്രമം നടത്താനും പദ്ധതിയുണ്ടായിരുന്നു. ലോഹഘട്ട് കോട്ടയിൽ കൊലപാതകത്തിന് 4 ദിവസം മുമ്പും സിയയും കേതനും പോയിരുന്നു. അന്ന് തള്ളിയിടാൻ ശ്രമിച്ചെങ്കിലും കേതൻ വീണില്ല. പാമ്പിനെ കണ്ട് പേടിച്ച് തള്ളിപ്പോയതാണെന്ന് സിയ അന്ന് കള്ളവും പറഞ്ഞു. നിരന്തരം എന്തിന് ലോഹഘട്ട് കോട്ടയിലേക്ക് പോയെന്ന് കേതന്റെ കുടുംബം സിയയോട് ചോദിച്ചെങ്കിലും പരിങ്ങി. ഇതോടെയാണ് സംശയം ബലപ്പെടുന്നത്. പ്രതികൾ തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ തുടരും. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.